ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളിൽ മുൻനിരയിലുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സഹായിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്നുമാണ് ഇപ്പോൾ അൽ ജസീറയുടെ ഒരു അന്വേഷണാത്മക ലേഖനത്തിൽ പറയുന്നത്. അൽ ജസീറ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് തൽക്കാലം യോജിക്കാൻ കഴിയില്ല. ആദ്യം അൽ ജസീറ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗസ യുദ്ധകാലത്ത് അമേരിക്കയ്ക്ക് പുറമെ ഇന്ത്യ അടക്കം 51 രാജ്യങ്ങൾ ഇസ്രയേലിന് സൈനിക സഹായങ്ങളും ആയുധ സാമഗ്രികളും എത്തിച്ചു നൽകിയെന്നാണ് അൽ ജസീറയുടെ പുതിയ അന്വേഷണാത്മക റിപ്പോർട്ട് പറയുന്നത്. ഇതിപ്പോ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇസ്രായേൽ ടാക്സ് അതോറിറ്റിയുടെ ഇമ്പോർട്ട് ഡേറ്റയും കസ്റ്റംസ് രേഖകളും വിശകലനം ചെയ്തുകൊണ്ടാണ് തങ്ങൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് അൽ ജസീറ പറയുന്നത്. 51 രാജ്യങ്ങളാണത്രേ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്തത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് സമാനമായിട്ടുള്ള ആക്രമണമാണെന്നും അത് തടയാൻ രാജ്യങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി 2024 ജനുവരിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും 51 രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക സാമഗ്രികൾ ഇസ്രായേലിലേക്ക് ഒഴുകി എന്നാണ് അൽ ജസീറ പറയുന്നത്. ICJ വിധിക്ക് ശേഷമാണ് ഇസ്രായേലിലേക്കുള്ള ആയുധ ഇറക്കുമതിയിൽ 91% രേഖപ്പെടുത്തിയത്. ബോംബുകൾ, ഗ്രനേഡുകൾ, മിസൈലുകൾ എന്നിവയാണ് ഇതിൽ ഭൂരിഭാഗമെന്നും അൽ ജസീറ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ആകെ ഇറക്കുമതി ചെയ്തതിന്റെ 62% ബോംബുകളും ഗ്രനേഡുകളും മിസൈലുകളും ഒക്കെയാണ്. അൽ ജസീറ പറയുന്നതനുസരിച്ച് ഈ കഴിഞ്ഞ കാലയളവിൽ ഇസ്രായേലിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്ത രാജ്യങ്ങളിൽ മുൻനിരയിലുള്ളത് അമേരിക്കയാണ്. 42% അമേരിക്കയുടെ വിഹിതം. എന്നാൽ രണ്ടാം സ്ഥാനത്ത് അവർ ഇന്ത്യയാണെന്നാണ് പറയുന്നത്. 26% ഇന്ത്യയുടെ വിഹിതമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യ കഴിഞ്ഞാൽ റൊമേനിയ, തായ്വാൻ, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ മുമ്പേ തന്നെ എല്ലാവർക്കും അറിയാം. ഇസ്രായേലിന്റെ കൈവശമുള്ള ആയുധങ്ങളിൽ വലിയൊരു അളവ് വരെ കൊടുക്കുന്നത് അമേരിക്കയാണ്. എന്നാൽ അൽ ജസീറ ഉൾപ്പെടെ പല മാധ്യമങ്ങളും കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത്, ഇന്ത്യയാണ് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പല ലേഖനങ്ങളും വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ അൽ ജസീറ കുറെ കണക്കുകൾ കൂടി നിരത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ പേരിലേക്ക് വലിച്ചിഴക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഡ്രോണുകൾ, സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങളുടെ ഭാഗങ്ങൾ എന്നിവ ഇസ്രായേലിലേക്ക് കയറ്റി അയച്ചതായിട്ടാണ് അൽ ജസീറ അടക്കം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ കസ്റ്റംസ് രേഖകൾ പ്രകാരം ഇസ്രായേൽ ഇറക്കുമതി ചെയ്ത ആകെ സൈനിക സാമഗ്രികളുടെ മൂല്യത്തിന്റെ 1/4 ഇന്ത്യയിൽ നിന്നാണെന്നും ഇത് ഏകദേശം ആകെ ഇറക്കുമതി ചെയ്തതിന്റെ 26% വരുമെന്നുമാണ് അൽ ജസീറ വ്യക്തമാക്കുന്നത്. നമുക്ക് മുൻപ് അറിയാവുന്നത് എന്താണ്? ഇന്ത്യ ഇസ്രായേലിന്റെ അടുത്ത് നിന്ന് ഡ്രോണുകൾ വാങ്ങുന്നുണ്ട്, ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. ഇന്ത്യയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ബരാക്ക് 8 പോലെയുള്ള മിസൈലുകൾ നിർമ്മിച്ചിട്ടുണ്ട്, പരസ്പരം സഹകരിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഒരു ആരോപണമായി കേൾക്കുന്നുണ്ട്, ഇന്ത്യ വളരെയധികം ഇസ്രായേലിനെ സഹായിക്കുന്നു. പണ്ട് ഇന്ത്യ ഇസ്രായേലിന്റെ സഹായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ച് ഇന്ത്യ ഇസ്രായേലിനെ സഹായിക്കുന്നു എന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രതിസന്ധിയിലൂടെ പോയ ഘട്ടത്തിലൊക്കെ സഹായമായിട്ട് ഇന്ത്യ എത്തിയിട്ടുണ്ടെന്നും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങളുമായിട്ട് നിരവധി ഷിപ്പുകൾ ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട് എന്നും അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ ഉന്നയിക്കുകയാണ്. എന്നാൽ ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലുള്ള എക്സ്പേർട്സ് പറയുന്നത് അത് ആയുധങ്ങളൊന്നും ആയിരിക്കില്ല എന്നും സ്റ്റീല് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നതിനെ പോലും ആയുധം കൊണ്ടുപോകുന്നതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയുടെ പേര് ചീത്തയാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇന്ത്യയിലെ പല എക്സ്പേർട്സും പറയുന്നത്. അതായത് ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇന്ത്യയും പങ്കാളിയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ നേരെ ലോകരാജ്യങ്ങളെ തെറ്റിദ്ധാരണപൂർവ്വം തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇവർ നടത്തുന്നത് എന്നാണ് പൊതുവെ ഈ വിഷയത്തിൽ ഇന്ത്യയിലെ പല ആളുകളും പ്രതികരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് ഇന്ത്യ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അൽ ജസീറയുടെ റിപ്പോർട്ട് ഇന്ത്യയെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചുള്ളതാണോ അതോ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണോ എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. രണ്ടുമാകാം. ചിലപ്പോൾ ഇന്ത്യ ഇസ്രായേലിന് ഇനി ആയുധങ്ങൾ കൊടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തെ തെറ്റു പറയാൻ പറ്റില്ല. കാർഗിൽ യുദ്ധം ഉൾപ്പെടെ പല സമയങ്ങളിൽ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള ഇസ്രായേലിന് അവർക്കൊരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആയുധങ്ങളുടെ ഷോർട്ടേജ് വരുന്ന സമയത്ത് അവർക്ക് ഡിഫൻസ് സിസ്റ്റംസ് വേണ്ടി വന്നാൽ, ഡ്രോണുകൾ വേണ്ടി വന്നാൽ നമ്മളും കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഇസ്രായേലിനേക്കാൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്, ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയാണ്. ധാർമ്മികമായിട്ട് നമ്മൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ രാജ്യത്തിനെ ആപത്ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന നിലയ്ക്ക്. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ മറ്റൊരു ചോദ്യം വരും. ഈ ആയുധങ്ങൾ ഇസ്രായേൽ ഗാസ പോലുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇന്ത്യ കൂടി പങ്കാളിയാവുന്നില്ലേ എന്നും. ശരിക്കും ഇന്ത്യ ഗാസയുടെ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ 2 രാജ്യങ്ങളെന്ന് പറയുന്ന തിയറിയെയാണ് അന്നും ഇന്നും സപ്പോർട്ട് ചെയ്യുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റ് ഇത് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഒരേ സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെയും
പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനെയും അംഗീകരിക്കുന്നുണ്ട്. പലസ്തീനിലെ ജനങ്ങൾക്കും എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും അവർക്കൊരു രാജ്യത്തിനുള്ള അർഹതയുണ്ടെന്നും തന്നെയാണ് ഇന്ത്യ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെയോ മനുഷ്യാവകാശ ലംഘനങ്ങളെയോ ഇന്ത്യ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളെയും ഇന്ത്യ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. കാരണം ഭീകരാക്രമണത്തിന്റെ നോവ് എന്താണെന്ന്, വേദന എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത്തരം ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സാധാരണക്കാർക്കിടയിൽ നടത്തിയ ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇതിൽ ക്ലിയർ ആണ്. എന്നാൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരു രാജ്യത്തിന് അവർക്കൊരാവശ്യം വരുമ്പോൾ നമ്മളും സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ ഇന്ത്യ ഇസ്രായേലിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് ഒഫീഷ്യലായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. അൽ ജസീറയുടെ റിപ്പോർട്ടിനെ മാത്രം നമുക്ക് മുഖവിലേക്ക് എടുക്കാനും കഴിയില്ല. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്നാണ് അവർ പറയുന്നത്. അതായത് ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ കാണാം. ബോധപൂർവം തന്നെ ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുക എന്നതാണ് അതിൽ ഒന്നാമത്തെ വാദം. അതായത് അൽ ജസീറ ഖത്തർ സർക്കാർ ധനസഹായം നൽകുന്ന ഒരു മാധ്യമമാണ്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തിൽ ഖത്തറിന്റെയും ഹമാസിന്റെയും നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമമായതിനാൽ ഇസ്രായേലുമായിട്ട് നല്ല നയതന്ത്ര വ്യാപാര ബന്ധം പുലർത്തുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഒരു വിലയിരുത്തൽ. രണ്ടാമതായിട്ട് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന പല സാധനങ്ങളും, ഉദാഹരണത്തിന് ഡ്രോൺ ഭാഗങ്ങൾ, സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, ഇരട്ട ഉപയോഗം അല്ലെങ്കിൽ ഡ്യുവൽ യൂസ് സാധനങ്ങളാണ്. ഇവ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇത്തരം വാണിജ്യ ഇടപാടുകളെ പൂർണ്ണമായിട്ടും യുദ്ധത്തിനുള്ള ആയുധ വിതരണം എന്ന് ചിത്രീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ്. മൂന്നാമത്, ഗാസയിലെ സാധാരണക്കാരുടെ മരണങ്ങളിൽ ഇന്ത്യ പലതവണ ആശങ്ക അറിയിക്കുകയും പാലസ്തീന് മാനുഷിക സഹായങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വശം മറച്ചുവെച്ച് കേവലം കസ്റ്റംസ് രേഖകൾ മാത്രം മുൻനിർത്തി വാർത്ത നൽകുന്നത് അൽ ജസീറ കാണിക്കുന്ന പക്ഷപാതപരമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പുകഴ്ത്തി പാടിയ അതേ കാര്യം. ഇന്ത്യയോടുള്ള അവരുടെ വിരോധമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള വാദങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഇത് അന്വേഷണാത്മക റിപ്പോർട്ടാണ് എന്നാണ് അൽ ജസീറ പറയുന്നത്. അൽ ജസീറയുടെ നിലപാട് കൂടി ഞാൻ ഇവിടെ പറയാം. അൽ ജസീറ ഈ റിപ്പോർട്ടിൽ ഇന്ത്യയെ മാത്രമല്ല പ്രതിക്കൂട്ടിലാക്കുന്നത്. അമേരിക്ക, ഇന്ത്യ, റൊമാനിയ, തായ്വാൻ, ചെക്ക് റിപ്പബ്ലിക്, കൂടാതെ ഇസ്രയേലിനെ പരസ്യമായിട്ട് വിമർശിക്കുന്ന കാനഡ, ഫ്രാൻസ്, ജർമ്മനി, UK തുടങ്ങിയ 51 രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത്. ഒറ്റ നോട്ടത്തിൽ ഇത് ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് തോന്നില്ല എങ്കിൽ പോലും എല്ലാ രാജ്യങ്ങളുടെയും കാര്യം പറയുന്നുണ്ടെങ്കിലും അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്രയേലിനെ സഹായിക്കുന്ന രാജ്യം ഇന്ന് ഇന്ത്യ എന്നാണ് അവരുടെ പട്ടിക പറയുന്നത്. മറ്റൊന്ന്, ഇസ്രായേൽ ടാക്സ് അതോറിറ്റിയുടെയും അന്താരാഷ്ട്ര കസ്റ്റംസ് ഡാറ്റയുടെയും അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇത്തരം രേഖകൾ ആഗോളതലത്തിൽ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങളായിട്ടാണ് ഈ അൽ ജസീറ കൊണ്ടുവരുന്നത്. ഇന്ത്യയിലെ സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്ക് ഇസ്രായേലിലെ പ്രതിരോധ കമ്പനികളുമായിട്ട് ഔദ്യോഗികമായിട്ട് സംയുക്ത സംരംഭങ്ങൾ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പ്രതിരോധ സാമഗ്രികൾ ഇസ്രായേലിലേക്ക് പോകുന്നത് ഒരു രഹസ്യമല്ല എന്നും പലരും പറയുന്നുണ്ട്. ശരിയാണ്, ഇന്ത്യ ഇസ്രായേലുമായിട്ട് വളരെ ഡീപ്പായിട്ട് തന്നെ ഡിഫൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാകാം, അല്ലാതിരിക്കാം. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ നിലപാടാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാൻ കഴിയുക. ഏതൊരു അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടും വിശകലനം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങളും അവർ പുറത്തുവിടുന്ന വസ്തുതകളും ഒരുപോലെ പരിശോധിക്കപ്പെടാറുണ്ട്. ഈ റിപ്പോർട്ടിനെ ഇന്ത്യയുടെ വളർച്ചയെയും നയതന്ത്ര ബന്ധങ്ങളെയും തകർക്കാനുള്ള ഒരു ശ്രമമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഇനി അതല്ലെങ്കിൽ യുദ്ധകാലത്ത് അന്താരാഷ്ട്ര ആയുധ കച്ചവടത്തിന്റെ സുതാര്യത ഉറപ്പാക്കാനുള്ള ഒരു മാധ്യമ ഇടപെടലായിട്ട് വേണമെങ്കിലും കാണാം. പക്ഷേ അൽ ജസീറ ആയതുകൊണ്ട് ഈ രണ്ടാമത് പറഞ്ഞതിനുള്ള സാധ്യത കുറവാണ്. ഇതിപ്പോ വസ്തുതയാണെങ്കിലും അല്ലെങ്കിലും ഇത്തരം റിപ്പോർട്ടുകൾ നിരന്തരമായി പ്രസിദ്ധീകരിക്കുന്നതിലൂടെ ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ മോശമാക്കുക എന്നൊക്കെയുള്ള ദുരൂഹമായ ലക്ഷ്യങ്ങൾ അൽ ജസീറയ്ക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്.